കോഡിങ് വർക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പം ഒരു AMU എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു AMU എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ചെറിയ ചെറിയ യൂണിറ്റുകളെ, ചെറിയ ചെറിയ സാധനങ്ങളെ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ 1 അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലേ. അതിൽ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എന്താണ് 1/12 ദ മാസ് ഓഫ് ദ കാർബൺ ആറ്റം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കാർബൺ എടുക്കുക എന്ന് പറഞ്ഞാൽ കാർബൺ ഇത്രയോടെ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് കാർബൺ എടുക്കുന്നത്. പിന്നെ കാർബണിൻ്റെ മാസ് എത്രയാണ്? കാർബണിൻ്റെ മാസമായിട്ട് നമ്മൾ പറയുന്നത് 12 AMU എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ 1/12 നോക്കിയേ, 1U is equal to 1U is equal to ഇവിടെ നിന്ന് മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഡിവൈഡഡ് ബൈ 12. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ ആറ്റം. രണ്ടും ഒന്നാണ് കേട്ടോ. എന്താണ്? മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഡിവൈഡഡ് ബൈ 12. 1/12 മാസ് ഓഫ് 1 കാർബൺ ആറ്റം. ഓക്കെ, 1 കാർബൺ ആറ്റത്തിൻ്റെ മാസമായിട്ട് പറയുന്നതാണ്. ഇത് കിലോഗ്രാമിൽ പറഞ്ഞിരിക്കുകയാണ്. കിലോഗ്രാമിൽ പറയുമ്പോഴേക്ക് 1.99 10 - 26 കിലോഗ്രാം ഡിവൈഡ് ബൈ 12. അത് ചെയ്തു വരുമ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ 1 AMU എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു AMU എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണെന്ന് ചോദിക്കും. അപ്പോൾ ഈ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. 1 AMU is equal to എങ്ങനെയാണ്? 1.66 × 10 - 27 കിലോഗ്രാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എന്താണ് 1 AMU എത്ര കിലോഗ്രാം? കൺവേർഷൻ 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1.66 × 10 - 27 കിലോഗ്രാം ആണ്. അതിൽ എടുത്തോ 1 AMU is equal to 1.66 × 1.66 എഴുതിയാലും മതി കേട്ടോ. 1.66 × 10 - 27 കിലോഗ്രാം. എങ്കിലേ 1.66 × 10 - 27 കിലോഗ്രാം എങ്കിൽ ഇത് എത്ര ഗ്രാം ആണെന്ന് പറയാമോ? 1.66 × 10 - 27 കിലോഗ്രാം ആണ്. ശരി, എങ്കിൽ അത് എത്ര ഗ്രാമാണ്? 1.66 × 10 - 27 കിലോഗ്രാം ആണ് ഒരു AMU. ഞാൻ ചോദിക്കുന്നത് എത്ര ഗ്രാം ആണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? കിലോഗ്രാമിനെ ഗ്രാമാക്കും. ഇങ്ങനെ ഗ്രാമാക്കും. ദേ ഇവിടുത്തെ ഈ കിലോനെ ഞാനങ്ങ് എടുക്കുക. 27 കിലോയ്ക്ക് വരെ ഞാൻ 10³ എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ അല്ലേ. ഗ്രാം എഴുതി അല്ലേ. അപ്പോൾ കിലോ ഗ്രാം നേരത്തെ എഴുതിയ സാധനം തന്നെ, കിലോഗ്രാം. അതാണ് എഴുതിയിരിക്കുന്നത് കിലോഗ്രാം അല്ലേ. 10 - 27 × 10³ എന്ത് വരും? 1.66 × 10 - 24 ഗ്രാം എന്ന് വരും. ഇത് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഗ്രാമിലായിരിക്കും ചോദിക്കുന്നത്, പറയാൻ പറ്റില്ല. അപ്പോൾ ആ കൺവേർഷൻ ഓർത്തിരിക്കുക. അത് കാണാപ്പടം പിടിക്കേണ്ട. കിലോഗ്രാമിൽ കിലോയ്ക്ക് വരെ ഞാൻ 1000 ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് രണ്ടും കൂടെ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അത്രേ ചെയ്തുള്ളൂ.